ഹലോ വെൽക്കം ബാക്ക്. വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്നൊക്കെ പറയണത് ശരിക്കും ഇതൊക്കെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡ് പുഡിങ്ങാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. മോൾക്ക് ഇഫ്താർ പാർട്ടി ആയതുകൊണ്ട് അവിടെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതലാണ് പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലും പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പം പഞ്ചസാരയുടെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് ഇല്ലേ, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാല് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇനി നല്ല തിളച്ച് കുറുക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ ഒഴിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് വീട്ടിലുണ്ടാക്കിയ വിപ്പിംഗ് ക്രീമാണ്. അപ്പം ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്നുള്ള വിപ്പിംഗ് ക്രീം ഇതിൽ ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ മെയിനായിട്ടും വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഒരു 5-6 ബ്രെഡ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ 4 സൈഡിലും അതൊന്ന് ഈ ബ്രൗൺ കളറിലിരിക്കുന്ന ആ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് ഈ ബ്രെഡ് പൊടിച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഇത് മോൾക്ക് ഇഫ്താറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഡിസ്പോസിബിളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 2 ബ്രെഡും പിന്നെ സൈഡിൽ ചെറിയ 2 പീസും വെച്ചിട്ട് നമ്മൾ കസ്റ്റർഡ് മിക്സില്ലേ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അത് ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മിക്സും കൂടെ, അതായത് വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഉള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വീണ്ടും സെക്കൻഡ് ലെയർ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുക. വീണ്ടും കസ്റ്റർഡ് മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മിക്സ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് അലങ്കാരത്തിന് വേണ്ടി കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ആൽമണ്ടും കാഷ്യൂ നട്ട്സും പിന്നെ കുറച്ചുകൂടെ ഒന്ന് കാണാനൊരു എഫക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറി ഇട്ടിട്ടുണ്ട്. കുറച്ച് അതായത് ചെറുതായിട്ട് ചെറിയ പീസാക്കി തന്നെയാണ് ചെറിയും കൂടെ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ 2 കണ്ടെയ്നറിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ബാക്കി വന്നത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും പുഡിങ് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ്. ഇപ്പോൾ പുഡിങ് മാത്രമല്ല ഏത് സാധനമാണെങ്കിലും. അപ്പോൾ അതായത് പുഡിങ് ഞാനിപ്പോൾ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേന്ന്, അതായത് അന്ന് കഴിക്കാൻ പറ്റില്ല, നോമ്പായതുകൊണ്ട് കഴിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ പിറ്റേന്നാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിത് കൊടുത്തേക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. കാരണം മധുരം ഉണ്ടോ, കാരണം നോമ്പായതുകൊണ്ട് ഇതൊന്നും നോക്കാനും പറ്റിയില്ല. പക്ഷേ മോള് വന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തൃപ്തിയായത്. കാരണം അവരെല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ ഞാൻ ഇന്നലെ കഴിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകണ ബ്രെഡ് പുഡിങ്. നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്